പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ 3 ബുധനാഴ്ച നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാരകരോഗങ്ങൾ മറാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്നെ ആശ്രയിക്കുന്ന നിരാശന ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നത്തെ ദിവസം സഞ്ചരിക്കുന്ന വഴികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾ കടന്നു പോകുന്ന ഓരോ സംരംഭങ്ങൾ, ഓഫീസുകൾ, അതുപോലെ തന്നെ ഇടങ്ങൾ, വീടുകൾ, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും നിങ്ങൾക്ക് സംസാരിക്കാൻ ആവശ്യമില്ലാത്തത് സംസാരിക്കാതിരിക്കുകയും അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കുകയും ഹൃദയം ഭാരപ്പെടാതിരിക്കുകയും എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കാത്ത വഴികളിലൂടെ
സഞ്ചരിക്കാതിരിക്കാൻ അവർക്ക് അങ്ങ് സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ, നിൻ്റെ കുഞ്ഞുങ്ങളെ ആശീർവദിക്കട്ടെ. നീ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ വിഷയവും, വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ കണ്ടുപിടിക്കേണ്ട സബ്ജക്റ്റുകൾ, കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം. നിങ്ങളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉത്തരവാദിത്തം പോലെ അങ്ങനെ ചെയ്ത് മാറുന്നതാണ്. എന്തുമാത്രം ചെയ്ത് ചില കാര്യങ്ങൾ വരവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റൻഷൻ വെക്കണം. ഇൻറ്റൻഷൻ ഒരു പ്രധാന ഇൻറ്റൻഷൻ ഇൻറ്റൻഷൻ വെച്ചാൽ അത് ഉദ്ദേശം വെക്കണം. ഉദ്ദേശം വെക്കാത്ത ഇപ്പം അണക്കെട്ടില്ലാത്ത നദികൾ എന്ത് സംഭവിക്കും? നല്ല വെള്ളം ഒഴുകി കടലിൽ പോയി ഉപ്പുവെള്ളമായി മാറും. അതുപോലെ നിയോഗം എന്ന് പറയണത്, നമ്മളിത് ഇന്ന ഇൻറ്റൻഷനോട് കൂടിയാണ് ഇത് ചെയ്യണത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന് നമ്മൾ ഇൻറ്റൻഷൻ വെച്ചാൽ ദൈവനാമം മഹത്വപ്പെടണം, സുവിശേഷം വ്യാപരിക്കണം, വിശ്വാസം കൈമാറണം. കർത്താവ് എൻ്റെ കഷ്ടപ്പാട്, നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും പറയും. ഞാൻ കെട്ടിവന്ന കാലം മുതൽ കിടന്ന് അലയണതാണെന്ന് പറയും. എൻ്റെ മകളെ കെട്ടിവന്ന കാലം മുതൽ നീ അലച്ചിലാണെങ്കിൽ ഇന്ന് നീ ഒരു മദർ തെരേസയാകേണ്ട ആളാണ്. എന്താ കാര്യം? നീ ഇതൊന്നും കാഴ്ചവെച്ചിട്ടില്ല. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചവെപ്പാണ്. നമുക്ക് കാഴ്ചവെക്കുന്നെങ്കിൽ വിശുദ്ധരാകണമെങ്കിൽ നമുക്ക് വിശുദ്ധിയുടെ മേഖലയെ വ്യാപരിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഓരോരുത്തർക്കും അവരവരായ ഇടങ്ങളിലാണ് വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയണത്. ഇപ്പം ഞാൻ ചില വീടുകളിൽ, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പറയും, എൻ്റെ എൻ്റെ അമ്മായിയമ്മയായിട്ട് ഞാൻ 14 വർഷമാണ് അവർ കിടപ്പ്, ഈ മലമൂത്ര വിസർജനം എല്ലാം കട്ടിലായി. എൻ്റെ അനിയത്തിൻ്റെ മനസ്സമ്മതത്തിന് പോലും പോകാൻ ഒത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മായിയമ്മയ്ക്ക് അവിടെ പ്രാധാന്യത്തോടെയാണ് പറയണത്. പക്ഷേ ആ സാധനം മുഴുവൻ ഇവർക്ക് പൊന്നൊരുക്കി അതൊരു ക്രൂഡ് ഓയിലായിരുന്നു. അതിന് ഏവിയേഷൻ ഓയിലാക്കി മാറ്റുന്നത്, പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇൻറ്റൻഷൻ കാഴ്ചവെപ്പിലൂടെയാണ് പ്യൂരിഫൈ ചെയ്യുക. ഒരു ഇൻറ്റൻഷനെ പ്യൂരിഫൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഡീസൽ, പെട്രോള്, ഏവിയേഷൻ ഓയിൽ, വിമാനം പറപ്പിക്കുന്ന ഏവിയേഷൻ ഓയിലായിട്ട് മാറണത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് ക്രൂഡ് ഓയിൽ കിട്ടണത്. അത് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വത്തിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്യുക, ഈ ഇരുമ്പയിര്, സ്വർണത്തിൻ്റെ അയിരൊക്കെ കറക്റ്റ് മാർക്കറ്റ് വാല്യൂടെ സ്വർണ്ണമായിട്ട് മാറും. നിങ്ങൾ കഷ്ടപ്പെട്ടതെന്നൊരു കാര്യമില്ല. അതിന് നിങ്ങളെ കാഴ്ചവെച്ച് ദൈവത്തെ നാമത്തെ ആ വിഷയം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിങ്ങളതിൽ പ്രയോജനമുള്ള ദാസന്മാരായി ദൈവതിരുസന്നിധിയിൽ സമ്പന്നരായി മാറാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ഇപ്പം 12:21 ലുക്കായില്ലേ 12:21 ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ചാണ്. അതെങ്ങനെയാണ് അത് നിറവേറ്റണത്? നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് അയിരില്ലേ, അതിനെ ശുദ്ധീകരിച്ച് സഹനത്തിൻ്റെ അയിരല്ല നമുക്ക് കിട്ടണത്. ചിലപ്പോൾ വീട്ടുകാരുടെ രോഗമായിരിക്കും, ചിലപ്പോൾ ആശുപത്രി അവിടെ കൂടെ നിൽക്കണ കേസ് കെട്ടാകും, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ ഭാഗത്തായിട്ട് വന്നതിന് കടങ്ങളാകും, അതിൻ്റെ തിക്കുമുട്ടൽ കുടുംബത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയമാകാം. ഇത് അയിരാണ്. ഇതിനെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നതും നിൻ്റെ സഹനത്തിൽ ഇത് വഴി പങ്കെടുക്കാൻ കഴിയുന്നതിലും ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോഴാണ് താറ് വേറെ ഡീസൽ വേറെ ആയിട്ട് മാറണത്. അതെ, ഇപ്പോൾ താറൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ എണ്ണ ശുദ്ധീകരിച്ചുകൊണ്ടല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ താറ് വേറെ, അവർ ടെർമോക്കോൾ വേറെ, സോപ്പ് വേറെ, ഡിറ്റർജൻറ്റ് വേറെ, അതുപോലെ ഡീസൽ വേറെ, പെട്രോൾ വേറെ ആയിട്ട് വരണത് എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ക്രിസ്തുവാണ് ഇതിനെ പ്യൂരിഫൈ ചെയ്യണത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലൂടെ ഇത് കയറ്റി വിട്ടിട്ട് ദൈവത്തിന് നന്ദി പറയണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.